രാകേഷും ബേസിക്കയും ലവേഴ്സ് ആണ് സാർ. അവര് വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഫാം ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ബേബി വന്നു, ബേബി നമ്മൾ വന്നു. ഓ ഇത് എന്റെ ഫ്രണ്ടിന്റെ ഫാം ഹൗസ് ആണ്. നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ഡാർലിംഗ്. നിനക്ക് നാണക്കേടയില്ലല്ലേ? വാ ബേബി. ബേബി കം ബേബി. നീ എന്റെ കൈ പിടിച്ചു കൊണ്ടുപോവോ? ഈ രാത്രി എന്നും ഇതുപോലെയാണെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കില്ല ഡാർലിംഗ്. ആശ ദോശ. ബേബി എന്താടാ അങ്ങനെ നോക്കുന്നേ? നിന്റെ സൗന്ദര്യം കൂടിക്കൊണ്ടേ പോവാണ് ബേബി. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഐ ലവ് യു ബേബി. താങ്ക് യു. വാ ബേബി. Wow, it's very beautiful, Rakesh. നീ എന്താ ഈ ലോകത്തില് ഞാൻ ആരെടുത്തും പറയില്ല, പക്ഷെ ഞാൻ നിന്നോട് എന്റെ സ്നേഹം പറയും. ഐ ലവ് യു. എന്തെന്നാൽ ഈ ലോകത്തില് നിന്റെ സ്നേഹത്തിന് മേലെ എനിക്ക് വേറൊന്നും തന്നെയില്ല. താങ്ക് യു. ലവ് യു ഡാർലിംഗ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നീ മാത്രമാണ് ബേബി. ഐ ലവ് യു ഡാർലിംഗ്. അതുകൊണ്ടാ ഞാൻ ഇത്രയും നാളും നിന്നെ മറക്കാതെ ഇരുന്നത്. നിന്റെ വാക്കുകള് എന്റെ മനസ്സിൽ ആഴത്തി പതിഞ്ഞുപോയി. ലവ് യു രാകേഷ്. ഞാൻ സംസാരിക്കുന്നത് നീ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കണം, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. നീ എപ്പോഴും ഹാപ്പി ആയിരിക്കണം ഡാർലിംഗ്. വാ അകത്തേക്ക് പോകാം. ആരാ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ സാർ? മട്ടൻ കറിയും ഫിഷ് ഫ്രൈയും. എനിക്ക് ഫിഷ് ഫ്രൈ. ഓക്കെ, ആ ശരി. ഫിഷ് ഫ്രൈ. അതെ കാശല്ലേ? ഒരു മിനിറ്റ്. ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എവിടെ വെച്ച്? ഇവിടെ ഉണ്ട്. ഇതാ വെച്ചോ. ടിപ്സ് എടുത്തോ. ശരി സാർ. എൻ്റെ ബേബി അവിടെ പോയി. അടുത്ത് പോയോ? ഇവിടെ ഇല്ലല്ലോ. ബേബി നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? നീ ഇവിടെ ഇല്ലല്ലേ ബേബി? ബേബി എവിടെയാ നീ? ബേബി എവിടെയാ നീ? നീ ബാത്റൂമിലാണല്ലേ ബേബി? ബേബി ഐ ലവ് യു ബേബി. ഐ ലവ് യു. ആദ്യം കുളിച്ചിട്ട് വാ ബേബി, ഡിന്നർ കഴിക്കണ്ടേ? ശരി ശരി ശരി. ബേബി നീ ചെന്ന് കുളിച്ചേക്ക്. ഏത് വേണ്ട? നിന്റെ ഫോണില്. ഓ അവളാണോ? അവളെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിന്റെ കൂടെയുള്ള ഫോട്ടോസ് ഒക്കെ ഇങ്ങനെയൊക്കെ എടുക്കോ? അത് എപ്പോഴും എടുത്ത പഴയ ഫോട്ടോ ആണ്. ബ്രേക്കപ്പ് പോലും ആയി. ഇനി എത്ര ബ്രേക്കപ്പ് ഉണ്ട് ഇങ്ങനെ? അത് ഒന്നേ ഉള്ളൂ. ഓഹോ, നീ പെണ്ണുങ്ങളോടൊക്കെ സംസാരിച്ച് അവരെ മയക്കി ഇങ്ങനെ ഫാം ഹൗസിൽ കൊണ്ടുവരുന്നത് പുതുമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ ഡോണ്ട് ബി ഫൂളിഷ് ഡാർലിംഗ്. റിയലി ഐ ലവ് യു. ഹോ, ഇതുപോലെ എത്ര പെണ്ണുങ്ങളോടാ പറഞ്ഞത്? ഇങ്ങോട്ട് നോക്കിയേ. ഡോണ്ട് സ്പോയിൽ അവർ മൊമെന്റ് ഡാ. സ്പോയിൽ ചെയ്തതേ നീയാണ്. ഞാൻ പോവാ. പ്ലീസ് ബേബി ഞാൻ ഒന്ന് പറഞ്ഞത് കേക്ക്. എന്നെ കൊണ്ട് കേൾക്കാൻ പറ്റില്ല. നീ പറയുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നേ? എന്നെ വിശ്വസിക്കേ. എന്നെ കൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഇതാണ് നിന്റെ റിയൽ ക്യാരക്ടർ. പെണ്ണുങ്ങളെ ഫാം ഹൗസിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. എത്ര സ്വീറ്റ് ആയിട്ട് സംസാരിച്ച്. എന്താ അഭിനയം.
നിന്നെ ഞാൻ വിശ്വസിച്ചു പോയല്ലോ. അയ്യോ പ്ലീസ് ബേബി, സോറി ബേബി, സോറിനെ. ഇനി ഇങ്ങനെ നടക്കില്ല. പോയിക്കോ, പക്ഷെ ഇന്നൊരു രാത്രി എന്റെ കൂടെ ഇരുന്നിട്ട് പോ. രാകേഷ്, ഓടിനെ. രാകേഷ് വിട്. രാകേഷ് വിടാനല്ലേ പറഞ്ഞത്? വിട്, വിട് രാകേഷ്. ഇതെന്താ രാകേഷ്? വിട്. രാകേഷ് വിടാനല്ലേ പറഞ്ഞത്? അതിനുശേഷം വാച്ച്മാന്റെ ശബ്ദം കേട്ട് വേദിക പുറത്തു നിന്ന് നോക്കി. രാകേഷ് മരിച്ചു കിടക്കുമായിരുന്നു. ഒന്നും അറിയാത്ത പോലെ അവന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയുന്ന പോലെ അഭിനയിക്കുമായിരുന്നു. സർ, ഇവിടെ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി എൻക്വയറി ചെയ്യുവാണെങ്കിലേ എക്സാക്റ്റ് ആയി ഇതേ പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് സർ. നീ കുറെ സിനിമ കാണും തോന്നുന്നു. എന്താ സർ? മർഡറും റൊമാൻസും ചവിട്ടി കുഴക്കരുത് കേട്ടോ. എടോ, നിന്നോടാ രാഘവനല്ലേ? എന്റെ പേര് വെറും രാഘവനല്ല, ഡിറ്റക്റ്റീവ് രാഘവ്. നിങ്ങൾ പറയൂ ഡിറ്റക്റ്റീവ് രാഘവൻ. ഇയാള് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്തിനാ ചിരിക്കുന്നത്? സാറേ, നിങ്ങളുടെ സ്റ്റോറി അടിപൊളി, മൈൻഡ് ബ്ലോയിങ്. ഗേറ്റുള്ള വാച്ച്മാന്റെ അടുത്ത് 100 രൂപ കൊടുത്തു, എന്റെ കോൺസ്റ്റബിളിന് 2000 രൂപ കൊടുത്തു. എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ എന്ത് കിട്ടി? പറയൂ മിസ്റ്റർ ഡിറ്റക്റ്റീവ്. മർഡർ ആരാ ചെയ്തെന്ന് പറയൂ. വരുന്നേ. One second. എന്ന് പറയൂ ബോസ്, ചെല്ലുന്നേ. സർ, ഈ ബോർഡ് ഞാൻ യൂസ് ചെയ്യാലോ അല്ലേ? ഓക്കെ. അവിടെ എന്താ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ഓ, ഇതാ വരുന്നു. ഷേ, ഇതെന്ത് ഡ്രോയിങ്ങാ സാറേ? ഇതൊക്കെ എന്താണ്? ഇത് കണ്ടാ നിങ്ങളെ മർഡർ ചെയ്യാനാ തോന്നുന്നേ. ബൊമ്മയിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റിഗേഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോറി സാർ, ഇപ്പൊ എന്റെ ഫോക്കസ് കണ്ടോ സാർ? എന്തൊരു ഡ്രോയിങ്ങാ സാറ്. ഇതുപോലത്തെ ആർട്ട് ഈ ലോകത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരു ആർട്ടിസ്റ്റാ സാറ്, നിങ്ങൾ വലിയൊരു ആർട്ടിസ്റ്റാ സാറേ. എന്താതിരിക്കടാ പവൻ, നീയും കൂടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്റെ കൂടെ പാർട്ടായിട്ട് വരുന്നതല്ലേ സാറേ? നീ പറടാ, ഈ മർഡർ എങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന്. ഞാൻ പറയണോ ബോസ്? ഈ മർഡർ എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ, എക്സ്ക്യൂസ് മീ, എനിക്കൊരു ചോക്ക് കിട്ടാമോ? സോറി സാറേ, നിങ്ങളുടെ അടുത്ത് പേന വല്ലതും ഉണ്ടാ? ടേക്ക് ദിസ്. എന്റെ ബോസിന്റെ അടുത്ത് പേനയുണ്ട്, ഇവിടെ ചോക്ക് പീസ് പോലും ഇല്ല. മർഡർ എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ, നമ്മുടെ ഹീറോ ഹൈദരാബാദ് വന്നതിന് ശേഷം അവിടെ ഒരു ഫാം ഹൗസിലേക്ക് പോയിരിക്കുന്നു. ഹലോ ബോസ്, വർക്ക് കഴിയാൻ പോന്നു. അതാണോ? അത് കഴിഞ്ഞു സർ. ആ ക്യാഷ് റൂമിലുണ്ട് സർ. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാം ഹൗസിലാണ്. രാവിലെ വന്നേക്കൂ സർ. രാവിലെ വേഗം വന്നേക്കാം. ഓക്കെ സർ. സാർ, രാത്രി തനിച്ചാണോ സാറേ ഇരിക്കാൻ പോകുന്നത്? എന്താ കാര്യം? പെണ്ണ് വലുതുണ്ടോ? ഉണ്ട് സാർ, അടിപൊളിയായിട്ട് ഒരുത്തിയുണ്ട്. പക്ഷെ കുറച്ച് റേറ്റ് അധികമായിട്ട് അവള് ചോദിക്കൂ സാറേ. സാറില്ല, കൂട്ടിട്ട് വാ. ഓക്കെ സാർ. ഈ ഏരിയയിൽ ഭംഗിയുള്ള പെണ്ണുങ്ങളുടെ ലിസ്റ്റ് മുഴുവനും എടുത്തു കഴിഞ്ഞു സാർ. ഒരു കോട്ടടിച്ചിട്ടേ നല്ലോണം കടന്നുറങ്ങിട്ട് വെളുക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ശരി സാർ, നല്ലപോലെ എൻജോയ് ചെയ്തോളൂ സാറേ. ആ സരള വന്നതിന് ശേഷം അവർ രണ്ടുപേരും റൂമിനകത്ത് കയറി. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്റെ പേരെന്താണ്? സരള. സരള, ഇവിടെ വാ. പെർഫ്യൂമിന് നല്ല മണമുണ്ട്. നന്നായിട്ടുണ്ടോ? എന്റെ നിറയെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഡിന്നർ കഴിച്ചോ? അലഞ്ഞു തിരിഞ്ഞു വന്നതുകൊണ്ട് ബിരിയാണി തന്നാ കഴിക്കും. ശരി, ഞാൻ ഈ ഗ്യാപ്പിലെ കുറച്ച് സൈഡ് ഡിഷ് കഴിച്ചോട്ടെ.